ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ജോഗ്രഫി സെഷൻ തന്നെയാണ്. ഇന്നും നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി സെഷനിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. 9th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 2 നിന്ന് ഭാഗം 1 ടെക്സ്റ്റിൽ നിന്നുള്ള ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി ടൈം ടേബിളിൽ നിന്ന് അറിയാം. ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ എന്നത്. ഇന്ത്യൻ ഭൂരൂപങ്ങളെക്കുറിച്ചൊക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗമായിട്ടുള്ള ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വിശാല സമതല ഭൂവിൽ നമ്മൾ പഠിക്കുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ സവിശേഷതകളാണ്. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ് ഇവയൊക്കെ. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ ഇവയൊക്കെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്ന വൈവിധ്യങ്ങളായിട്ടുള്ള ഭൂരൂപങ്ങളാണ്. ഇവയെല്ലാം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇവയെല്ലാം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്ത് രൂപം കൊണ്ടിട്ടുള്ളവയാണ്. ഉത്തര പർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗം കാണാമല്ലോ നമുക്ക് മാപ്പിലേക്ക് നോക്കുമ്പോൾ. ഉത്തരപർവ്വത മേഖല ഈ ഒരു ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതാണ് ഉത്തരപർവ്വത മേഖല. അതിന് താഴെ നമ്മൾ കഴിഞ്ഞ ദിവസം മാപ്പിൽ പഠിച്ചതുപോലെ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിന് രണ്ടിനും നടുക്കായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഇതൊരു എക്കൽ നിക്ഷേപ കേന്ദ്രമാണെന്നാണ് പറയുന്നത്. അതായത് ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം ഒരു എക്കൽ നിക്ഷേപമാണ്. അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലമാണ് ഇത്. ഇതിനെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയപ്പെടുന്ന മേഖലയാണ് ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് അതിവിശാലമായിട്ടുള്ള ഒരു എക്കൽ നിക്ഷേപമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും അറിയപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗം രൂപപ്പെട്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഉത്തരേന്ത്യൻ സമതലം എന്നും ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിന് പേരുണ്ട്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അഥവാ ഉത്തരേന്ത്യൻ സമതലം. ആദ്യം എക്കൽ എന്താണെന്ന് നോക്കാം. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ എന്ന് പറയുന്നത്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ശിലാവശിഷ്ടങ്ങളെയാണ് പൊതുവെ എക്കൽ എന്ന് പറയുന്നത്. ചെളി, മണൽ, ചരൽ എന്നിവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഭൂരൂപം, സമതലങ്ങൾ എന്ന രീതിയിൽ ഈ ഒരു ഭൂരൂപം രൂപപ്പെട്ടതെന്ന് നോക്കാം. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിലെ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അതായത് എക്സ്റ്റേണൽ ഏജൻസിൻ്റെയൊക്കെ സഹായത്തിൽ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ എക്കൽ നിക്ഷേപം പറഞ്ഞതുപോലെ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചളി, മണൽ, ചരൽ എന്നിവയെല്ലാം ഉൾപ്പെട്ട ശിലാവശിഷ്ടങ്ങൾ ഒഴുകുന്ന വെള്ളത്തിനൊപ്പം വന്ന് ഒരിടത്ത് നിക്ഷേപിക്കപ്പെട്ട് ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നു. അതുപോലെ തന്നെയാണ് കാറ്റ്, ഹിമാനി, തിരമാലയുടെയൊക്കെ പ്രവർത്തനം. ഇവരുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഭൂരൂപങ്ങൾ പലതും രൂപപ്പെടുന്നുണ്ട്. നമ്മൾ ചില ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ PSCയുടെ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. അല്ലാതെയും നമുക്ക് ഇവയുടെ ഒരു പ്രവർത്തന ഫലം അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒഴുകുന്ന വെള്ളം, നദികൾ, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിലെ പ്രവർത്തിക്കുന്ന ബാഹ്യ ശക്തികളുടെ
നിരന്തര പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഇത്തരത്തിൽ ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന, ഭൂരൂപീകരണ പ്രക്രിയയിൽ സഹായിക്കുന്നവയെ എന്തെന്ന് നമ്മൾ പറയുന്നത്? ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ബാഹ്യശക്തികളെ ഭൂരൂപീകരണ സഹായികൾ എന്നും, ഇത്തരത്തിൽ ഭൂരൂപീകരണം രൂപപ്പെടുന്ന പ്രക്രിയയെ ഭൂരൂപീകരണ പ്രക്രിയ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി ഭൗതികവും രാസികവും ജൈവികവുമായിട്ടുള്ള പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതായത് ഈ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ കുറച്ചുകൂടി ഉയർന്ന ഒരു ഭാഗമാണിത്. ഈ ഒരു ഭാഗത്ത് മഴത്തുള്ളികൾ വീഴുമ്പോൾ ഇവിടെയുള്ള ശിലാവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇളക്കി അവയെ വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ശിലാവശിഷ്ടങ്ങളും മറ്റും മഴത്തുള്ളികളുടെ സാന്നിധ്യം വരുമ്പോൾ അവ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇളകിയ വസ്തുക്കളെ ഈ മഴത്തുള്ളികൾ ഒഴുക്കി കൊണ്ടുപോവുകയും ഇത്തരത്തിലുള്ള താഴ്ന്ന പ്രദേശത്ത് നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ, ഇവിടെ ഇത്തരത്തിൽ മാറ്റം സംഭവിക്കത്തക്ക വിധത്തിലുള്ള ശിലാവശിഷ്ടങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വസ്തുക്കളെ ബാഹ്യശക്തികൾ, ഇവിടെ നമുക്ക് മഴത്തുള്ളിയാണ് ബാഹ്യശക്തിയായിട്ട് വന്നിട്ടുള്ളത്, ജലമാണ്, ഒഴുകുന്ന വെള്ളമാണ് വരുന്നത്. ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയയാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. ഇനി ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളിവിടെ കണ്ടു. ഇത്തരത്തിൽ ഉയർന്ന പ്രദേശത്ത് നിന്നും ഉദ്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളായും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്കിവിടെ ഉദ്ഭവസ്ഥാനത്ത് ചെറിയ നീർച്ചാലുകളായിരിക്കും, പിന്നീട് തുടരെ വരുമ്പോഴാണ് ചെറിയ ചെറിയ അരുവികളായി മാറി പിന്നീട് അത് വലിയ നദികളായിട്ട് മാറുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉദ്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂരൂപണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരത്തിൽ മുകളിൽ നിന്ന് ഉദ്ഭവിച്ച് വരുന്ന സമയത്തു നിന്നും ചെറിയ ചെറിയ രീതിയിലുള്ള അവസാദങ്ങൾ അഥവാ അവശിഷ്ടങ്ങൾ, ശിലാവശിഷ്ടങ്ങളും മറ്റും ശേഖരിച്ച് നദിയോടൊപ്പം ചേർന്ന് കുറച്ചുകൂടി ശക്തമായ നദിയായി വരുമ്പോൾ കുറച്ചധികം എക്കൽ നിക്ഷേപങ്ങളും മറ്റും വന്ന് ഒടുവിലത് അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലങ്ങളുടെ ഒരു നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നദികൾ ഉദ്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും, ഇവിടെ ഉദ്ഭവിക്കുന്ന സ്ഥലത്തെ പ്രഭവസ്ഥാനമെന്നും, അതുപോലെ കടലിലോ മറ്റ് ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്നുമാണ് പറയുന്നത്. പേര് രണ്ട് വ്യത്യസ്ത തരത്തിലാണ്. ഉദ്ഭവസ്ഥാനത്ത് പ്രഭവസ്ഥാനം എന്നും, എവിടെയാണോ പതിക്കുന്നത് ആ ഭാഗം നദീമുഖം എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉദ്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദ ശിലകൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ഠമായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇവിടുന്നാണ് തുടങ്ങിയത്. എക്കൽ സമതലം, ഇന്ത്യയുടെ അതിവിശാലമായിട്ടുള്ള ഈ ഒരു എക്കൽ സമതലം എപ്രകാരമാണ് രൂപപ്പെട്ടതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. എങ്ങനെയാണ്? സിന്ധു നദി വരുന്നുണ്ട്, സിന്ധു നദിയുടെ എക്കൽ നിക്ഷേപങ്ങളും ഇവിടെ വരും. അതുപോലെ ഗംഗാ നദിയുടെ എക്കൽ നിക്ഷേപങ്ങളും ഇവിടെ വരും. ബ്രഹ്മപുത്ര നദിയുടെ എക്കൽ നിക്ഷേപങ്ങളും വന്നിട്ടാണ് ഈ ഒരു വലിയ ബെൽറ്റ് എക്കൽ സമതലം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഹിമാലയ രൂപീകരണ ഫലമായിട്ട് ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഇത് നിക്ഷേപിക്കപ്പെടണമെങ്കിൽ ഒരു സ്ഥലം വേണമല്ലോ, ഒരു സമതലമായിട്ടുള്ള ഒരു താഴ്ന്ന പ്രദേശത്തിലാണ്
ഇവ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുള്ളത്. ഹിമാലയ രൂപീകരണത്തിൻ്റെ ഫലമായിട്ട് ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ഇവിടെ പിക്ചറിൽ തന്നതുപോലെ ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് തന്നെ യുറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും കൂടി ചേർന്ന് കൊളൈഡ് ചെയ്യുന്ന സമയത്താണ് ഹിമാലയ പർവ്വതം രൂപപ്പെടുന്നത്. ഹിമാലയം ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഹിമാലയം രൂപപ്പെടുന്ന സമയത്ത് ഹിമാലയ രൂപീകരണത്തിൻ്റെ ഫലമായി ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടമാണിത്. ഈ ഒരു ഭാഗത്താണ് എക്കൽ നിക്ഷേപങ്ങളുണ്ടായി ഇത്തരത്തിലുള്ള ഒരു സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ ഒരു സമതലം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. അത്രത്തോളം കനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം അത് ഫലഭൂയിഷ്ടവുമായിരിക്കും. ഇനി ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഇത് കണ്ടോ, എങ്ങനെയാണ് ഇത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഹിമാലയം, ഇവിടെ സിവാലിക്, ഹിമാലയം, ഹിമാചൽ, സിവാലിക് ഉണ്ട്. ഇവയിൽ നിന്ന് ഈ ഒരു ഭാഗത്താണ് ഒരു സമതലം, വിശാലമായിട്ടുള്ളൊരു സമതലം സംഭവിച്ചിട്ടുള്ളത്, വിശാലമായിട്ടുള്ളൊരു തടം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഗത്താണ് ഈ നദികളുടെ എല്ലാം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എല്ലാം അവസാദ നിക്ഷേപണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു സമതലം, അവസാദ നിക്ഷേപം കൊണ്ട് ഈ ഒരു സമതലം, എക്കൽ നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. അവയുടെ കനം നമ്മൾ പറഞ്ഞു 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ കനത്തിലാണ് ഈ ഒരു നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി വർഷങ്ങൾ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ നദികളിൽ നിന്നുണ്ടായിട്ടുള്ള അവസാദ നിക്ഷേപണങ്ങളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു കനത്തിൽ ഇവിടെ എക്കൽ നിക്ഷേപം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അത് അടുത്ത മാപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഒരു സമതലം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് ഇത്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിൻ്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരയ്ക്കും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ, മാപ്പിൽ കണ്ടതുപോലെ ഇതാണ് ഈ ഒരു ഏരിയ. വടക്ക് സിവാലിക് പർവ്വതനിരയും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ ഭാഗവുമാണ്. ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ഒരു സമതലം ഉള്ളത്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ലഭ്യത, ജലത്തിൻ്റെ ലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകൾ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു. അതായത് നമുക്കറിയാം, എക്കൽ നിക്ഷേപങ്ങളുള്ള ഭാഗങ്ങൾ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് നദിയുടെ എക്കൽ നിക്ഷേപങ്ങളുള്ള ഭാഗത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുകയും കൃഷി വികസിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ വളക്കൂറുള്ള മണ്ണാണ് അവിടെയുള്ളത്, മതിയായ ജലലഭ്യതയുണ്ട്, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും, പരന്ന ഭൂപ്രകൃതിയാണ്. ഇത്തരത്തിലുള്ള സവിശേഷതകളൊക്കെ ഈ ഒരു സമതലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. ഭൂമിശാസ്ത്രപരമായ ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി
അതിവിസ്തൃതമായ ഈ സമതലത്തെ 4 ഭാഗമായിട്ട് മാറ്റുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 4 ഭാഗം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് രാജസ്ഥാൻ സമതലമാണ്. രണ്ടാമത് നമുക്ക് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയാം. പഞ്ചാബ് ഹരിയാന സമതലം. മൂന്നാമത് ഗംഗാ സമതലമാണ്, ഗംഗാ സമതലം. നാലാമത് ബ്രഹ്മപുത്ര സമതലം. ഇത്തരത്തിലാണ് 4ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് പ്രകാരമാണ്. ഇവിടെ നോക്കിക്കേ, സൂചികയിൽ തന്നിട്ടുണ്ട്. നദികൾ പോകുന്നതാണ് ഈ ഒരു ബ്ലൂ ലൈൻസിൽ കാണിച്ചിട്ടുള്ളത്. ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര സമതലമാണ് ഇവിടെ. ഗംഗാ സമതലമാണ് യെല്ലോ കളറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം. ഇത്തരത്തിലാണ് 4ആയിട്ട് ഈ ഒരു സമതലത്തെ, ഉത്തരേന്ത്യൻ സമതലത്തെ ഭാഗിച്ചിട്ടുള്ളത്. ഈ ഒരു മാപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ പ്രധാനമായും ഗംഗ, യമുന, ബെത്വ എന്നിവയൊക്കെയാണ്. ഇവിടെ നമുക്ക് കാണാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, യമുന, സിന്ധ്, ബെത്വ, കാളി ഇവയെല്ലാം തന്നെ ഈ ഒരു സമതലത്തിലൂടെ ഒഴുകുന്ന നദികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. അവ നമ്മൾ നദികൾ പഠിക്കുന്ന സമയത്ത് വേർതിരിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. രാജസ്ഥാൻ സമതലം, ഇപ്പം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ഉത്തരേന്ത്യൻ സമതലം 4 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അവയുടെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. ഒന്നാമത് രാജസ്ഥാൻ സമതലമാണ്. രാജസ്ഥാൻ സമതലം ധാർ മരുഭൂമി ഉൾപ്പെടെയുള്ള രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ധാർ മരുഭൂമി 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. ധാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ധാർ മരുഭൂമി അതിവിശാലമായിട്ടുള്ള ഒരു മരുപ്രദേശമാണ്. ഇതിൻ്റെ ഈ ഒരു 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ ധാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമായിട്ടാണ് വരുന്നത്. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല, അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും ധാർ മരുഭൂമിയെ 2 മേഖലകളായി തരംതിരിക്കാം. 2 തരത്തിലാണ് ധാർ മരുഭൂമിയെ തിരിക്കുന്നത്. ഒന്ന് യഥാർത്ഥ മരുഭൂമി എന്ന രീതിയിൽ കൂടുതൽ ചൂടുള്ള, കൂടുതൽ വരണ്ട അവസ്ഥയുള്ള മരുസ്ഥലി എന്ന ഭാഗമായിട്ടും അർദ്ധ മരുഭൂമി മേഖല എന്നും ആണ് 2ആയി തരംതിരിക്കുന്നത്. ധാർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമ്മൾ ഇനി പഠിക്കാനായിട്ടുണ്ട്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിന്റെ പ്രധാനപ്പെട്ട നദിയാണ്. ഇവ കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയെന്ന് നമ്മൾ പറഞ്ഞു. ആരവല്ലിക്ക് പടിഞ്ഞാറായിട്ടുള്ള രാജസ്ഥാനിൽ നമ്മൾ പറഞ്ഞു, ആരവല്ലിക്ക് പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാനുള്ളത്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹവും ലൂണി തന്നെയാണ് കേട്ടോ. ഏറ്റവും വലിയ നദീവ്യൂഹവും ലൂണിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയും ലൂണിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയും ലൂണി തന്നെയാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പു തടാകങ്ങളുണ്ട്. സാംഭർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാനിലെ സമതലത്തിലെ പ്രധാനപ്പെട്ട ഉപ്പു തടാകങ്ങളാണ്. സാംഭർ, ദിദ്വാന, സർഗോൾ ഇവ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാലും നമുക്കറിയണം, രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ, സാംഭർ, ദിദ്വാന, സർഗോൾ. രാജസ്ഥാൻ സമതലത്തിന്റെ പ്രധാന സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ഇനി പഞ്ചാബ് ഹരിയാന സമതലമാണ്. ഈ ഒരു രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചാലാണ് നമുക്ക് ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം നമുക്ക് ലഭിക്കുന്നത്. പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം.
ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഇത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം തന്നെയാണ് ഇത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് രാജസ്ഥാൻ സമതലമാണ്. പടിഞ്ഞാറ് ഭാഗം തന്നെയാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കൻ അതിര് എന്ന് പറയുന്നത് യമുന നദിയാണ്. യമുനാ തീരം വരെയാണ് ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു സമതലം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലാണ് പരന്നു കിടക്കുന്നത്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം പഞ്ചാബ് സമതലമാണ്. ഇതിന്റെ മുഖ്യമായിട്ടും സത്ലജ്, ഝലം, ചെനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദ ശിലകൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പഞ്ചാബ് സമതലം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്തേക്ക് ചെറിയൊരു ചരിവുള്ളവയാണ്. ഇവ നേരത്തെ പറഞ്ഞിട്ടുള്ള പഞ്ചനദികളായിട്ടുള്ള സത്ലജ്, ഝലം, ചെനാബ്, രവി, ബിയാസ് ഈ നദീവ്യൂഹങ്ങളുടെയൊക്കെ ഒഴുക്കിന്റെ ഫലമായിട്ട് അവസാദങ്ങൾ രൂപപ്പെട്ട് അവസാദങ്ങൾ ശേഖരിച്ച് നിക്ഷേപിക്കപ്പെട്ടാണ് ഈ ഒരു സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. പഞ്ചാബ് 5 നദികളുടെ നാടാണെന്നും അറിയപ്പെടുന്നുണ്ട്. പഞ്ചാബ് 5 നദികളുടെ നാട്. ഈ 5 നദികൾ അതാണ് സത്ലജ്, ഝലം, ചെനാബ്, രവി, ബിയാസ്. പഞ്ചാബ് 5 നദികളുടെ നാട്. പഞ്ചാബ് എന്നത് 5 നദികളുടെ നാട് എന്നും അറിയപ്പെടുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ മാപ്പിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഭാഗമാണ് സിന്ധ് സാഗർ ദോബ് ഒന്നാമത്തേത്. രണ്ടാമത് ചാജ് ദോബ്. മൂന്നാമത്തേത് രച്ന ദോബാണ്. നാലാമത് ബാരി ദോബാണ് നാലാമത്തേത്. അഞ്ചാമത് ബിസ്ത് ദോബ്. ഇപ്രകാരം 5 ദോബുകളായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലത്തെ ഭാഗിച്ചിട്ടുള്ളത്, തരംതിരിച്ചിട്ടുള്ളത്. അടുത്തത് ഗംഗാ സമതലം. അത് പറയുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ഈ പറഞ്ഞ ദോബുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ബിസ്ത് ജലന്ധർ ദോബ്, ബിയാസ്, സത്ലജ് നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അറ്റത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ബിസ്ത് ദോബാണ്. ബിസ്ത് ജലന്ധർ ദോബ് ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിയാസിനും സത്ലജിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ദോബാണ് ബിസ്ത് ദോബ് അല്ലെങ്കിൽ ബിസ്ത് ജലന്ധർ ദോബ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബാരി ദോബാണ്. ബാരി ദോബ് ഇവിടെ നമുക്ക് കാണാം. ബിയാസ് നദിക്കും ബിയാസിനും രവിക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് ബാരി ദോബ്. മൂന്നാമത് രച്ന ദോബ് രവി, ചിനാബ് എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രച്ന ദോബ് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിൽ കാണപ്പെടുന്ന ദോബാണ് രച്ന ദോബ് എന്ന് പറയുന്നത്. ചിനാബിനും രവിക്കും ഇടയിലാണ് രച്ന ദോബ്. നാലാമത് വന്നതാണ് ചാജ് ദോബ് ചിനാബിനും ഝലം എന്നീ നദികൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിനാബിനും ഝലത്തിനും, ഇവിടെ ഝലം നമുക്ക് കാണാൻ പറ്റും. ചിനാബിനും ഝലത്തിനും ഇടയിലാണ് ചാജ് ദോബ്. അവസാനത്തേതാണ്, അഞ്ചാമത്തേതാണ് സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത്. സിന്ധ് സാഗർ ദോബ് ഝലം, ചിനാബ് എന്നീ നദികൾക്കിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഝലം, ചിനാബ് എന്നീ നദികൾക്കും സിന്ധു നദിക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഝലം, ചെനാബ്, സിന്ധു നദിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഝലം, ചെനാബ്, സിന്ധു നദി എന്നിവയ്ക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ദോബുകളും നമ്മൾ മനസ്സിലാക്കി. ഇനി ഗംഗാ സമതലത്തിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലത്തിന് ശേഷമുള്ള ഭാഗമാണ് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ
പടിഞ്ഞാറ് യമുനാ നദി വരെയാണ് ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഗംഗാ സമതലത്തിന്റെ വ്യാപ്തി കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന വരെയാണ്, യമുന തടം വരെയാണ് ഈ ഒരു ഗംഗാ സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു വ്യാപ്തി ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭാഗമാണ്. ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സമതലങ്ങളെയും ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെ മുഴുവനായും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഈ ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് അതിവിശാലമായിട്ടുള്ള സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായിട്ടുള്ള ചരിവ് കിഴക്കോട്ടും തെക്കോട്ടുമാണ്. ഈ ഒരു ഭാഗം കിഴക്ക് ഭാഗത്തേക്കും അതുപോലെ തെക്ക് ഭാഗത്തേക്കും ചരിഞ്ഞ രീതിയിലാണ് ഈ ഒരു സമതലത്തിന്റെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു ഭൂപ്രകൃതി വിഭാഗത്തെ ചരിവിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഗംഗാ സമതലത്തെ വീണ്ടും 3ആയി തരംതിരിക്കുന്നുണ്ട്. ഇവിടെ പിക്ചറിൽ നമുക്ക് കളർ വ്യത്യാസം തന്നിട്ടുള്ളതുപോലെ ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം എന്നിങ്ങനെ 3ആയിട്ടാണ് ഗംഗാ സമതലത്തിനെ തിരിച്ചിട്ടുള്ളത്. ഗംഗാ സമതലം ഉപവിഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം. അടുത്ത നമ്മൾ ബ്രഹ്മപുത്ര സമതലത്തെക്കുറിച്ചാണ് നോക്കുന്നത്. സമതലത്തിന്റെ 4ാമത്തെ ഭാഗം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര താഴ്വര എന്നും അസം താഴ്വര എന്നും അസം സമതലം എന്നിങ്ങനെ 3 വ്യത്യസ്ത പേരുകളിലായിട്ടാണ് ഈ ഒരു ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്നത്. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. 720 കിലോമീറ്റർ വരെ നീളത്തിലും 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയിലുമാണ് ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അസം സംസ്ഥാനത്താണ്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായാണ് ബ്രഹ്മപുത്ര സമതലത്തെ കാണുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായി നാഗ കുന്നുകളും തെക്ക് ഖാരോ ഖാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായി കീഴ്ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര സമതലം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ ഒരു സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കീഴ്ഗംഗാ സമതലം വരുന്നത്. ഇനി മറ്റേ മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലത്തിന്റെ വടക്ക് ഭാഗത്ത് കിഴക്കൻ ഹിമാലയമാണ് വരുന്നത്. കിഴക്ക് ഭാഗത്ത് പട്കായി കുന്നുകളും തെക്ക് ഭാഗത്ത് ഈ ഒരു കളർ വ്യത്യാസത്തിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കീഴ്ഗംഗാ സമതലമുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഈ ഒരു ഹിമാലയത്തിന്റെ കിഴക്കൻ ഹിമാലയവും കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് പത്കായി നാഗ കുന്നുകളും തെക്ക് ഭാഗത്ത് ഖാരോ ഖാസി ജയന്തിയ കുന്നുകളും മിർക്കുന്നുകളും ചേർന്നാണ് ഈ ഒരു സമതലത്തിനെ വേർതിരിച്ച് നിർത്തുന്നത്. ഭൂമിശാസ്ത്രപരമായി തന്നെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഒരു സമതലം ബ്രഹ്മപുത്ര നദിയുടെയും
അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളുമാണ് ഈ ഒരു സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണം. ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഈ സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. PYQ ചെക്ക് ചെയ്തിട്ടുള്ളവർ എന്തായാലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. നേരത്തെ തന്നിട്ടുള്ള ചില ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ഈ പ്രദേശം എക്കൽ വിശറികളാൽ സമ്പന്നമാണ് എന്നുള്ളത് ശരിയോ തെറ്റോ എന്ന രീതിയിലൊക്കെ ചില ഭൂവിഭാഗത്തിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് എക്കൽ വിശറികൾ? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ എക്കൽ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് നദികൾ ഇത്തരത്തിലൊരു ചരിവുള്ള ഭാഗത്താണെങ്കിൽ പെട്ടെന്ന് ഒഴുകിയങ്ങ് പോകും. എന്നാൽ ഇത്തരത്തിൽ നിരപ്പായ ഭാഗം വരുമ്പോൾ അവയുടെ ഒഴുക്കിന് ആ ഒരു സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ ഒഴുക്കിൻ്റെ സ്പീഡ് കുറഞ്ഞ് അവ മെല്ലെ വഹിച്ചു കൊണ്ടുവന്ന എക്കലും നിക്ഷേപങ്ങളും അവസാദങ്ങളും ഒക്കെ ഒരു വിശറിയുടെ രൂപത്തിൽ ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നദി ഒഴുകി വരുന്ന സമയത്ത് സമതലങ്ങളുടെ ഭാഗത്ത് വിശറികൾ പോലെ ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നു. പിണഞ്ഞൊഴുകുന്ന നദികളാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. എക്കൽ വിശറികൾ ഒരു വിശറിയുടെ രൂപത്തിൽ നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ എക്കൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇത്തരത്തിൽ രൂപപ്പെടുന്നവയെ നമ്മൾ എക്കൽ വിശറികൾ എന്ന് പറയുന്നു. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് പിരിഞ്ഞൊഴുകുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും പിന്നീട് ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനിവിടെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നദികൾ ഇത്തരത്തിൽ ഒഴുകി വരുന്ന സമയത്ത് നിക്ഷേപണങ്ങൾ സംഭവിക്കുമ്പോൾ നദികൾ പല പല ചാലുകളായിട്ട് ഒഴുകുമ്പോൾ അവയുടെ ഒഴുക്കിന് എളുപ്പം ഏത് ദിശയിലാണോ ആ രീതിയിലേക്ക് നദികൾ ഒഴുകി തുടങ്ങും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒഴുകി തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അപരദനം സംഭവിക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്തും അപരദനം സംഭവിക്കുന്നുണ്ട്. നിക്ഷേപണം സംഭവിച്ചുകൊണ്ട് നദിയുടെ ഒഴുക്ക് ഏതാണോ എളുപ്പം ആ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ പിന്നീട് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് നദിയുടെ ഒഴുക്ക് ഇത്തരത്തിലാവുമ്പോൾ നദി പിന്നീട് ഒഴുകാൻ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വന്ന് നദിക്ക് നേരെ ഒഴുകാം എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നദി എന്ത് ചെയ്യും? നേരത്തെ വന്ന ആ ഒരു വഴി, ആ ഒരു മാർഗം പിന്നെ യൂസ് ചെയ്യാതെ നേരെ ഒഴുകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ജലത്തിൻ്റെ ഈ ഒരു ഭാഗം അവിടെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ നദി നേരെ ഒഴുകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഭാഗം ഇതൊരു കാളയുടെ കൊമ്പിൻ്റെ ആകൃതി ആയതുകൊണ്ട് ഓക്സ്ബോ ലേക്ക് എന്ന പേരിലാണ് പറയുന്നത്. അപ്പോൾ ഓക്സ്ബോ ലേക്കുകളുടെ രൂപീകരണത്തിനും കാരണമാകുന്നത് PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. PYQയിൽ നേരത്തെ പലതവണയായിട്ട് ഓക്സ്ബോ ലേക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തിന് മിയാൻഡറുകൾ എന്നും പറയാറുണ്ട്. ഈ ഒരു വളഞ്ഞു വരുന്ന ഈ ഒരു വലയങ്ങളെ മിയാൻഡറുകൾ എന്നും പറയാറുണ്ട്. അതാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും. നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അവസാദ നിക്ഷേപം വരുന്ന സമയത്ത് ആ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ട് നദിക്ക് ഒഴുകാൻ എളുപ്പം ആ ഒരു വഴിയെ ഒഴുകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകി വലയങ്ങൾ, മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. ഇതാണ് വലയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനെ മിയാൻഡറുകൾ എന്നാണ് പറയുന്നത്. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളഞ്ഞ് ഇത്തരത്തിൽ ഇങ്ങനെ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ.
നദിയുടെ അപരദനത്തിന്റെ ഫലമായി നദിയുടെ സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെട്ട് നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഒഴുക്കിലൂടെ ലഭിക്കുന്ന അവസാദങ്ങളുടെ നിക്ഷേപം കൂടുതലായി വന്ന് നദി അത് വലയങ്ങളായിട്ട് മാറുന്നു, മിയാൻഡറുകൾ രൂപപ്പെടുന്നു. അതിനുശേഷം നദിയുടെ ഒഴുക്ക് കൂടുതൽ ശക്തമായി വരുന്ന സമയത്ത് നദി നേരെ ഒഴുകാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം വേർപെട്ട് മറ്റൊരു തടാകമായി തന്നെ നിലകൊള്ളുന്നു. ഇതിനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ നമുക്ക് കാണാം, വളഞ്ഞു പുളഞ്ഞൊഴുകുന്നു. അപ്പോൾ നദി മിയാൻഡറിങ് ആണ് ഈ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ നദി നേരെ ഒഴുകുന്ന സമയത്ത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാറ്റപ്പെട്ടിട്ടുള്ള വേർപെട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട തടാകങ്ങളായിട്ട് ഇവ മാറുമ്പോൾ ഇതാണ് ഓക്സ്ബോ ലേക്സ് അല്ലെങ്കിൽ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. നദികൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതിനെ നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു നദീ മിയാൻഡറിങ് ആണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഇതാണ് നദീ മിയാൻഡറിങ്, ഇതാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും, ഓക്സ്ബോ ഷേപ്പ്. ഓക്കെ. ഭൂപ്രകൃതിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കുനിന്നും തെക്കോട്ട് പ്രധാന മേഖലകളായി തരംതിരിക്കാം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കുനിന്നും തെക്കോട്ട് 3 പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. 1 ഭാബർ, 2 ടെറായി, 3 എക്കൽ സമതലങ്ങൾ. വടക്കൻ സമതലങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്ന അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഭാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്ന് 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ എക്കൽ സമതലങ്ങളെ പിന്നീട് ഖാദർ എന്നും ഭംഗർ എന്നും തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് PYQയിലൊക്കെ ധാരാളമായിട്ട് ഇവയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മേഖലകൾ ഓരോന്നും പഠിക്കാം. അതിനു മുന്നേ നമുക്ക് ഈ പ്രളയ സമതലത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞൊഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ സമതലങ്ങൾ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ അവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. നദികളുടെ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള സമതലങ്ങൾ പ്രധാനമായിട്ടും എക്കൽ നിക്ഷേപങ്ങൾ കാരണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് പ്രളയ സമതലങ്ങൾ. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെട്ട് അവിടെ എക്കൽ സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയെ നമ്മൾ പ്രളയ സമതലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സമതലങ്ങളാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ നോക്കാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ഭാബർ എന്നത്. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഭാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ഈ പറയുന്ന ഭാബർ എന്നത്. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഭാഗമായിട്ടാണ് ഭാബർ നിലകൊള്ളുന്നത്. പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭൂവിഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ PSC ചോദിക്കാറുണ്ട്, വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന മേഖല ഏത്? ജലം അപ്രത്യക്ഷമാകുന്ന മേഖല ചോദിക്കുന്നത് ബാബറാണ്. കാരണം എന്താണ്? ഉരുളൻ കല്ലുകൾ, നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ ഒരു ഭാബർ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിൽ കൂടെയാണ് നദി ഒഴുകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നദി അവിടെ പ്രത്യക്ഷമായി കാണുന്നില്ല, ദൃശ്യമാകുന്നില്ല. വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന മേഖലയായിട്ട് ഭാബർ മാറുന്നു. ഈ ഭാഗം അതുകൊണ്ട് തന്നെ എന്താണ്? ഉരുളൻ കല്ലുകളും പാറകളും ഒക്കെയാണ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭാഗം അല്ല. ഇനി ഇതാണ് ഭാബർ മേഖല. കണ്ടോ, ഇവിടെ നമുക്ക് നദി സാന്നിധ്യം കാണാൻ കഴിയില്ല, പക്ഷെ ഇവയുടെ അടിഭാഗത്തായിട്ട് അടിയിലൂടെയാണ് നദി ഒഴുകുന്നത്. അടുത്ത ടെറായി മേഖലയാണ് നോക്കാം.
ഭാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുകളുള്ള ചതുപ്പു നിലങ്ങളാണ് ടെറായി എന്നത്. വെള്ളക്കെട്ടുകളുള്ള ചതുപ്പു നിലങ്ങളാണ് ടെറായി എന്നത്. ഭാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. ഇവിടെ ഭാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശമാണ് ടെറായി എന്നത്. ടെറായി മിക്ക അരുവികളും നദികളും പുനർജനിക്കുന്നതുകൊണ്ട് ഈ മേഖലയെ ടെറായി എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലങ്ങളായിട്ടാണ് ഇത് മാറുന്നത്. ടെറായി മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ടുള്ള സസ്യജാലങ്ങൾ, വന്യജീവി വർഗങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായിട്ടുള്ള പ്രദേശമാണ് ടെറായി. ഇത്തരത്തിലാണ് ഭാബർ മേഖല. കല്ലുകളും പാറക്കഷ്ണങ്ങളും ഉരുളൻ കല്ലുകളും പാറക്കഷ്ണങ്ങളും ആയിരിക്കും. ടെറായി മേഖലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സസ്യജാലങ്ങളൊക്കെയുള്ള ഒരു ചതുപ്പു നിലം, വെള്ളക്കെട്ടുകളുള്ള ചതുപ്പു നിലമായിട്ടാണ് ടെറായി മേഖല കാണപ്പെടുന്നത്. ഇവിടെ ഭാബർ മേഖലയിൽ അപ്രത്യക്ഷപ്പെടുന്ന നദി ടെറായി മേഖലയിലാകുമ്പോൾ പുനർജനിക്കുന്നതായാണ് കണക്കാക്കുന്നത്. ഇനി നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ തിട്ടകൾ, മണൽ വരമ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. അതുകൊണ്ട് അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും, അതായത് നദീജന്യ ദ്വീപുകളായും, വശങ്ങളിൽ തിട്ടകളായും നീർച്ചാൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. നദിയുടെ ഒഴുക്ക് സമതലങ്ങളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവയുടെ ഒഴുക്കിൻ്റെ ആ ഒരു സ്പീഡ് നഷ്ടപ്പെട്ടിട്ട് മെല്ലെയാണ്, ഒഴുക്കിൻ്റെ ആഴവും ഒഴുക്കും താരതമ്യേന കുറവായ മേഖലയാണ് സമതലങ്ങൾ. അവിടെ ഒഴുകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല തരത്തിലായി ഇവ ഒഴുകപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഒഴുക്കപ്പെടുമ്പോൾ നദീചാലുകളിലാണ് ഇവ കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നത്. അങ്ങനെ രൂപപ്പെടുന്ന ദ്വീപുകളാണ്, ചില ദ്വീപുകളായിട്ട് രൂപപ്പെടുന്നുണ്ട്. അത്തരത്തിൽ രൂപപ്പെടുന്ന ദ്വീപുകളാണ് നദീജന്യ ദ്വീപുകൾ എന്ന് പറയുന്നത്. അതുപോലെ വശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ അത് നദീതിട്ടകളായി, നീർച്ചാൽ തിട്ടകളായി നിക്ഷേപിക്കപ്പെടുന്നു. അതുകൂടാതെ പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ്. ഇങ്ങനെ രേഖകളായി കാണപ്പെടുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. മണൽ വരമ്പുകൾ, അതുപോലെ നീർച്ചാൽ തിട്ടകൾ, നദീജന്യ ദ്വീപുകൾ, ഇവ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണെന്നറിയാമോ? നമ്മുടെ ബ്രഹ്മപുത്രയിലെ ദ്വീപായിട്ടുള്ള മച്ചുലിയാണ് കേട്ടോ. ബ്രഹ്മപുത്രയിലെ നദിയായിട്ടുള്ള മച്ചുലിയാണ്. ഓക്കെ. ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. ടെറായി മേഖലയ്ക്ക് സമതല സൗത്ത് ഭാഗത്തായി, തെക്ക് ഭാഗത്തായി രൂപപ്പെട്ട പഴയതും പുതിയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ സമതലങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ സമതലങ്ങളെ ഖാദർ എന്നുമാണ് പറയുന്നത്. പഴയ എക്കൽ സമതലങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ സമതലങ്ങളെ ഖാദർ എന്നുമാണ് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്, പഴയതേത് പുതിയതേത് എന്ന് ചോദിക്കാറുണ്ട്. നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പക്ഷെ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ കൺഫ്യൂഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പഴയ എക്കൽ സമതലങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ സമതലങ്ങളെ ഖാദർ എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ആൽഫബറ്റിക് സീരീസിൽ നോക്കുമ്പോൾ ബി അല്ലേ ആദ്യം വരുന്നത്, പിന്നീടല്ലേ കെ വരുന്നത്. അപ്പോൾ ആദ്യം വരുമ്പോൾ അത് പഴയതായി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പഴയ എക്കൽ സമതലം ബി, പുതിയതാണ് പിന്നീട് വരുന്നത്, അപ്പോൾ കെ. പുതിയതായിട്ട് നിക്ഷേപിക്കപ്പെടുന്നവയെ ഖാദർ എന്ന് പറയുന്നു. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണെന്നാണ് തോന്നുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണോ പഠിക്കാൻ സൗകര്യം അതുപോലെ പഠിക്കുക കേട്ടോ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, ഇവിടെ നമ്മൾ പറഞ്ഞ നദീജന്യ ദ്വീപുകൾ, റിവറൈൻ ഐലൻഡ്സ്,
മണൽ വരമ്പുകൾ, സാൻഡ് ബാർസ്, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. അപ്പൊ ഈ ഒരു മേഖലയ്ക്ക്, ഏതാണ്, ടെറായി മേഖലയ്ക്ക് തെക്കായി രൂപപ്പെടുന്ന എക്കൽ സമതലങ്ങളിൽ ഭംഗർ എന്നും ഖാദർ എന്നും പേരിൽ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ഭാഗത്ത് നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടുള്ള നദീജന്യ ദ്വീപുകളും മണൽ വരമ്പുകളും ഡെൽറ്റകളും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. അതുകൂടാതെ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ ഇവയൊക്കെ കാണപ്പെടാറുണ്ട്. ഓക്സ്ബോ തടാകങ്ങൾ, കേരളത്തിന്റെ ഒരു ഓക്സ്ബോ തടാകം, കേരളത്തിന്റെ ഏക നാച്ചുറൽ ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്നത് തൃശ്ശൂർ ജില്ലയിലെ വൈന്തലയിലാണ് കേട്ടോ. വൈന്തലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. ഓക്കെ, അപ്പോൾ ഓക്സ്ബോ തടാകങ്ങൾ, വലയങ്ങൾ, അരുവികൾ ഇവയൊക്കെ ഇവിടുത്തെ സവിശേഷതകളാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഇപ്രകാരമായിരിക്കും ഉണ്ടാവുക. ഹിമാലയ പ്രദേശം, അതേ തുടർന്ന് ഉരുളൻ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെയുള്ള ഭാബർ. അപ്പൊ ഈ ഒഴുകി വരുന്ന നദി ഈ ഒരു ഭാഗത്ത് ഈ ഉരുളൻ കല്ലുകൾക്കും മറ്റും ഇടയിലായിട്ട് താഴെ ഭാഗത്തുകൂടെ ഒഴുകുമ്പോൾ ഈ ഒരു ഭാഗത്ത് നദി അപ്രത്യക്ഷമാകുന്നുണ്ട്. അതിനുശേഷമാണ് ടെറായി മേഖല വരുന്നത്. ടെറായി മേഖലയിൽ സ്വാഭാവിക സസ്യജാലങ്ങളും മറ്റും വരുമ്പോൾ ഈ അപ്രത്യക്ഷമായ നദി പുനർജനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് 2 തരത്തിലുള്ള എക്കൽ നിക്ഷേപങ്ങൾ കാണാം. ഇതൊരു സമതലം, നദീ താഴ്വരയാണ്, സമതല പ്രദേശമാണ്. ഭംഗർ എന്നും ഖാദർ എന്നും അറിയപ്പെടുന്ന പഴയ നിക്ഷേപങ്ങളും പുതിയ എക്കൽ നിക്ഷേപവും പഴയ എക്കൽ നിക്ഷേപവും കാണാം. അത്തരത്തിലുള്ള ഒരു ഭാഗമായിട്ട് ഇവിടെ മാറുന്നുണ്ട്. ഇതാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വശക്കാഴ്ച എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടുണ്ടാവും പിക്ചറും കൂടെ കാണുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൽറ്റകളും മിയാൻഡറുകളും അതുപോലെ ഓക്സ്ബോ തടാകങ്ങളും ഒക്കെ രൂപപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഡെൽറ്റകളെ കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. ഡെൽറ്റകൾ സമതലത്തിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. സമതലത്തിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുന്ന സമയത്ത് നദി വളരെ സാവധാനമാണ് ഒഴുകുന്നത്. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും ഈ ഒരു പ്രദേശത്തെത്തുമ്പോൾ നദികൾ മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായിട്ട് പിരിഞ്ഞ് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പലതരം കൈവഴികളായിട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. നദിയിൽ നിന്ന് വരുന്ന നദിയുടെ ഒഴുക്ക് അതുപോലെ ശക്തമായിരിക്കും. അതേപോലെ തന്നെ നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളും കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു സമതലത്തിൽ അവയുടെ ഒഴുക്കിന് ആ ഒരു സാധാരണ ഗതി, ആ ഒരു സ്പീഡ് ലഭിക്കില്ല. ആ സമയത്ത് നദികൾ പല പല കൈവഴികളായി ഒഴുകി അവിടെ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് നദീമുഖത്തോട് ചേരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഏതാണ്ട് ത്രികോണാകൃതിയിലായതുകൊണ്ടാണ് ഈ ഭൂരൂപത്തെ ഡെൽറ്റ എന്ന് പറയുന്നത്. ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവ ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഡെൽറ്റ എന്ന പേര് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവയെ ഡെൽറ്റകൾ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഡെൽറ്റ എന്ന് കണ്ടു. നദീമുഖത്തോട് ചേരുന്നതിന് മുൻപ് നദികൾ ഒഴുകി വരുന്ന ആ ഒരു ഗതി, സ്പീഡ് കുറയുന്നു. ആ ഒരു സമയത്ത് നദിയുടെ ഒഴുക്കും നദിയിലെ ജലവും അതുപോലെ തന്നെ നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളും കൂടുതലായതുകൊണ്ട് നദിക്ക് ഒഴുകി എത്തേണ്ട ആവശ്യകത മനസ്സിലാക്കി നദി പല കൈവഴികളായിട്ട് മാറി എളുപ്പത്തിന് എപ്രകാരം ഒഴുകാമോ അതുപോലെ ഒഴുകുന്നു. ആ സമയത്ത് അവ കൊണ്ടുവന്നിട്ടുള്ള അവസാദങ്ങൾ അവിടെ ഇവിടങ്ങളിലായിട്ട് നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂരൂപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവയാണ് ഡെൽറ്റകൾ. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര നേരം ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ചാണ് പഠിച്ചത്. ഇത്തരത്തിലുള്ള ഭൂപ്രകൃതി സവിശേഷതകൾ പോലെ തന്നെ നിർണായകമാണ് ഈ ഒരു പ്രദേശത്തുള്ള കാലാവസ്ഥയും. അവയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിലെ കാലാവസ്ഥ. ആദ്യം ശൈത്യകാലം. ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. നവംബർ മധ്യത്തോടെ ഉത്തരേന്ത്യൻ സമതലത്തിൽ ശൈത്യകാലം എത്തുന്നു. ഉത്തരേന്ത്യൻ സമതലത്തിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു.
കാലാവസ്ഥ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പോലെ സൗത്ത് ഇന്ത്യയിലെ പോലുള്ള ഒരു കാലാവസ്ഥയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ തണുപ്പുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് നവംബർ, അതുപോലെ അതിശൈത്യമായിട്ടുള്ള മാസങ്ങളാണ് ഡിസംബറും ജനുവരിയും. എന്തുകൊണ്ടാണ് ഇത്രയും അതിശൈത്യം? തണുപ്പാണെങ്കിൽ അതിശൈത്യവും ചൂടാണെങ്കിൽ അതികഠിനമായിട്ടുള്ള ചൂടും ഉഷ്ണകാലത്ത് അത്യുഷ്ണവും അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയായതാണ്. കോണ്ടിനെന്റാലിറ്റി, അതായത് അതിവിശാലമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഉൾഭാഗങ്ങൾ സമുദ്ര സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയായതിനാൽ ശൈത്യകാലത്ത് അതിശൈത്യവും ഉഷ്ണകാലത്ത് അത്യുഷ്ണവുമാണ് അനുഭവപ്പെടുന്നത്. രാജസ്ഥാനിലൊക്കെ ട്രിപ്പ് പോയവർക്ക് അറിയാം, ആ ഒരു ഭാഗത്ത് രാജസ്ഥാൻ്റെ അനുഭവക്കുറിപ്പ് വായിച്ചാലും മതി. അത്തരത്തിൽ രാജസ്ഥാനിൽ നിന്നൊക്കെ നമുക്ക് അനുഭവങ്ങളും മനസ്സിലാക്കാനായി സാധിക്കും. ശൈത്യകാലത്ത് അവിടെ അതിശൈത്യമായിരിക്കും, മരുഭൂമിയാണെങ്കിലും ശൈത്യമാണെങ്കിൽ അതിശൈത്യമായിരിക്കും, അതുപോലെ ഉഷ്ണമാണെങ്കിൽ അത്യുഷ്ണവുമായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഇത് സമുദ്രത്തിൻ്റെ കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, സമുദ്ര സാമീപ്യമുള്ള ഈ തീരപ്രദേശങ്ങളിലൊക്കെ കാലാവസ്ഥ സമുദ്രം സ്വാധീനിക്കുന്ന രീതിയിൽ മിതമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും തീരപ്രദേശത്തൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ദൂരെ ആയതുകൊണ്ട്, സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും അകലെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അത്യുഷ്ണവും അതുപോലെ അതിശൈത്യവും അനുഭവപ്പെടുന്നത്. രണ്ടാമത്, ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നത് കൊണ്ട് എന്ന് പറയാൻ പറ്റും. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുമ്പോൾ ഈ ഭാഗത്ത് അതിശൈത്യം അനുഭവപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ നിന്നുള്ള ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയൊക്കെ ഉണ്ടാക്കി ശൈത്യത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം എന്നത്. അപ്പോൾ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴയും ലഭിക്കാറുണ്ട്. അപ്പോൾ തണുപ്പ് ഓൾറെഡി നല്ല തണുപ്പാണ്, അതുകൂടാതെ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴയും ലഭിക്കാറുണ്ട്. ഇനി ഉഷ്ണകാലത്തിലേക്ക് വരുമ്പോൾ മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാനായിട്ട് തുടങ്ങും. മാർച്ച് മാസത്തിലാണ് ചൂടുകാലം ആരംഭിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. മാർച്ച് മാസത്തിൽ ചൂട് ആരംഭിച്ചു തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാവുമ്പോഴത്തേക്കും ഉഷ്ണകാലം അനുഭവപ്പെട്ടു തുടങ്ങും. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്യമാണെങ്കിൽ അതിശൈത്യമായിരിക്കും, എന്നാൽ ഉഷ്ണമാണെങ്കിൽ അത്യുഷ്ണവുമായിരിക്കും. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമായിട്ടാണ് അനുഭവപ്പെടുന്നത്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ താപനില ഏതാണ്ട് 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ ലൂ എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് രാജസ്ഥാനിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. അതിൻ്റെ പേര് ലൂ എന്നാണ്. ലൂ എന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുകയാണ് ചെയ്യുന്നത്. പ്രാദേശികവാദങ്ങളും PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ തന്നെയാണ് ലൂ എന്നത്. അതുപോലെ നമ്മൾ പ്രാദേശികവാദങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, ചിനൂക്ക്, ഹെർമാറ്റൻ, മിസ്ട്രൽ തുടങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ലൂ എന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലൂ ആണ്. ലൂ ഉഷ്ണക്കാറ്റ് രൂപം കൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രാജസ്ഥാനാണ് കേട്ടോ. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്.
പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാന്റെ കിഴക്കൻ പ്രദേശങ്ങൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. പൊടി നിറഞ്ഞ കാറ്റുകൾ വീശി ഇത്തരം ഭാഗങ്ങളിൽ ചെറിയ തോതിലുള്ള മഴ ലഭ്യമാകുന്നു. അതികഠിനമായിട്ടുള്ള ഉഷ്ണത്തിന് ഒരു ശമനം വരുത്താൻ ഈ മഴയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു. അടുത്ത തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. മൺസൂൺ പ്രധാനപ്പെട്ട മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയരുന്നു. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയരുന്നു. അതിന്റെ ഫലമായിട്ട് ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. താപം കൂടുന്നതിനനുസരിച്ച് ഉത്തരേന്ത്യൻ സമതലത്തിൽ മാർച്ച് മാസത്തോടെ താപനില കൂടുമ്പോൾ അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ഇതിന്റെ ഫലമായിട്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂണുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. 2 ശാഖകളായിട്ടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. ഒന്ന് അറബിക്കടൽ ശാഖയായിട്ടും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ ശാഖയായിട്ടും. ഈ ഒരു മാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അതുപോലെ പർവ്വതനിരകൾ ഉത്തരേന്ത്യൻ സമതലം എന്നിവ തന്നിട്ടുണ്ട്. ഇതിൽ 2 ശാഖകളായിട്ടാണ് മൺസൂൺ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്ന് അറബിക്കടൽ ശാഖയാണ്, അറബിക്കടലിലൂടെ വരുന്ന ഈ ഒരു ശാഖയാണ്. രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായി പിരിയുന്നു. നമ്മൾ പറഞ്ഞു 2 ശാഖകളായിട്ടാണ് വരുന്നത്, അറബിക്കടൽ ശാഖയും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഇതിൽ സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്തരത്തിൽ പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയും 2ആയിട്ട് പിരിയുന്നുണ്ട്. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നോട്ട് പോകുന്നു. അത് ആരാവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ മഴ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് പറയുന്നത്. ഇനി ഈ മാപ്പിലേക്ക് നോക്കിക്കേ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറബിക്കടൽ ശാഖയായിട്ടും ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ടും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടൽ ശാഖ പ്രവേശിക്കുന്നത് എവിടെയാണ്? സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ പ്രവേശിക്കുന്ന ഈ ഒരു ബംഗാൾ ഉൾക്കടൽ ശാഖ പിന്നീട് 2ആയിട്ട് പിരിയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പിരിഞ്ഞ ആദ്യത്തേത് ബ്രഹ്മപുത്ര സമതലത്തിൽ വെച്ച് ഈ ഒരു കിഴക്ക് ദിശയിലേക്ക് പോയി ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ ഈ ഒരു ഭാഗത്ത് മഴ പെയ്യ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഭാഗത്തേക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് പോയിട്ടുള്ള ഈ ഒരു ബംഗാൾ ഉൾക്കടലിന്റെ ശാഖ ഗംഗാ സമതലം, ഇതാണല്ലോ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിച്ച് ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ മഴ നൽകുന്നു. അതേ തുടർന്ന് ഈ ഒരു ഭാഗത്താണ് ആരവല്ലി പർവ്വതനിര വരുന്നത്. ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് വരുന്ന ഈ ഒരു അറബിക്കടൽ ശാഖയുമായി ചേർന്ന് ഏതാണ്? ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് വരുന്ന അറബിക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേർന്ന് പഞ്ചാബ് സമതലത്തിൽ വെച്ചാണ് കൂടിച്ചേരുന്നത്. പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേർന്ന് പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ മഴ നൽകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ മഴ നൽകുന്നു. എന്നാൽ ഇവിടെ ആരവല്ലി പർവ്വതനിരയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ രാജസ്ഥാൻ ഭാഗത്തേക്ക് കാറ്റെത്തുകയോ അവിടെ മഴ ലഭിക്കുകയോ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് മഴയുടെ ലഭ്യത കുറവായിട്ട് വരുന്നത്. അപ്പോൾ പർവ്വതത്തിന്റെ സാന്നിധ്യം മഴയുടെ ലഭ്യത കുറയ്ക്കുമെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രധാനപ്പെട്ട മഴക്കാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ ആണ്.
സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ താഴോട്ട് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിൽക്കുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല തെക്ക് ഭാഗത്തേക്ക് പിൻവാങ്ങുകയും മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ കാലത്താണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നത്. ഈ കാറ്റ് ഈർപ്പരഹിതമായ കാറ്റാണ്. ഈർപ്പത്തിന്റെ അംശം ഇതിൽ കുറവായിരിക്കും. ഈർപ്പരഹിതമായ ഈ ഒരു കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് വരുന്നത്. വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നത് കൊണ്ടാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈർപ്പരഹിതമായിട്ടുള്ള കാറ്റാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ വരണ്ട കാലാവസ്ഥയായിരിക്കും ആ സമയത്ത് ഉത്തരേന്ത്യൻ മേഖലയിൽ സമതല പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനജീവിതം കുറച്ചധികം ദുസ്സഹമാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒക്ടോബർ ചൂട്. വടക്കു കിഴക്കൻ മൺസൂണിനെ പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കാണാം, വടക്കു കിഴക്ക് നിന്നാണ് ഇവ ഉത്ഭവിച്ച് വരുന്നത്. വടക്കു കിഴക്ക് നിന്ന് ഉത്ഭവിച്ച് വരുന്നു. ഇവ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്നു. ഈർപ്പരഹിതമായിട്ടുള്ള ഈ കാറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുകയും ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഈ ഒരു കാറ്റിനെ വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾ. അപ്പോൾ നമ്മൾ കാലാവസ്ഥ കണ്ടു, ഇനി സസ്യജാലങ്ങളെ കുറിച്ച് പഠിക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിലെ ഈ വൈവിധ്യത്തിന് കാരണം. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം ഇവയൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഒരു വൈവിധ്യത്തിന്. മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലത്തോളം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെയുള്ള ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ്: ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും കാടുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇടതൂർന്ന വനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തേത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. ഉഷ്ണമേഖല മുൾക്കാടുകൾ. മൂന്നാമത്തേത് ചതുപ്പുനില വനങ്ങളാണ്. ചതുപ്പുനില വനങ്ങൾ. ഇതൊക്കെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നില വനങ്ങൾ. ഇതിൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്. വരണ്ട ഇലപൊഴിയും കാടുകൾ, അതുപോലെ ആർദ്ര ഇലപൊഴിയും കാടുകൾ. അതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകളാണ്, രണ്ടാമത്തേത് ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ ആയിരിക്കും വാർഷിക മഴ ലഭിക്കുന്നത്. അവയാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ചകൾ വരെ ഈ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നു. ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണാനായി സാധിക്കും. ഉത്തർപ്രദേശിലെ സമതലത്തിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി, ഭാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷ, പശ്ചിമ ബംഗാളിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അവിടെ മഴ സ്വാഭാവികമായും കൂടുതലാണ്. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകളിൽ മഴ ലഭിക്കുന്നത്. നൈസർഗിക സസ്യജാലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അവ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു: വരണ്ട ഇലപൊഴിയും വനങ്ങൾ, അതുപോലെ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. വരണ്ട ഇലപൊഴിയും വനങ്ങൾ 70 മുതൽ 100 വരെയാണ് അവിടുത്തെ വാർഷിക പാദം എന്ന് പറയുന്നത്. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെയാണ്. അത് കാണപ്പെടുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിലുമായിട്ടുള്ള സമതല പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. ഇനി രണ്ടാമത്തേതാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞത്. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ പ്രധാനമായിട്ടും ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങളും സിവാലിക് താഴ്വരയുമാണ്. ഇവിടെ മഴ ലഭിക്കുന്നത് 100 മുതൽ 200 സെന്റിമീറ്റർ വരെയാണ്. കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. തേക്ക്, സാൽ, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സസ്യ ഇനങ്ങളാണ് തേക്ക്, സാൽ, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവയ്ക്ക്. തേക്ക്, സാൽ, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റ് വൃക്ഷങ്ങളും അവക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. ഒരു മൈതാനത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രദേശ ദൃശ്യമായിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. വരൾച്ച കാലത്തിന്റെ തുടക്കത്ത് മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. തൽഫലമായി വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു. ഉഷ്ണമേഖല തികച്ചും വരണ്ട പ്രദേശങ്ങളാണ്. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ. ഇനി മഴക്കുറവും കന്നുകാലി മേയ്ക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. മഴ ഓൾറെഡി ലഭിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നൈസർഗികമായി വളരാനുള്ള സാധ്യത കുറവാണ്. അവിടെ കന്നുകാലി മേയ്ക്കൽ കൂടെ വരുന്ന സമയത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ കുറവായിരിക്കും. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിന്റെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. ഇതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. മഴയുടെ ലഭ്യത കുറവാണ്, കന്നുകാലി മേയ്ക്കൽ കൂടുതലുമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്ന മേഖല. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ മേഖലയാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന നൈസർഗിക സസ്യങ്ങൾ ഏതൊക്കെയാ? ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് എന്നിവയൊക്കെയാണ്. ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന ഉഷ്ണമേഖല മുൾക്കാടുകളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യവർഗ്ഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചിലയിടങ്ങളിൽ കാണപ്പെടാറുണ്ട്. ടസോക്കി എന്ന പുൽവിഭാഗങ്ങൾ ഏതാണ്ട് 2 മീറ്റർ ഉയരം വരെ വളരുന്ന പുല്ല് വിഭാഗമാണ് ടസോക്കി. ഇവ ഇവിടെ അടിക്കാടുകളായിട്ടും കാണപ്പെടാറുണ്ട്. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പുനില വനങ്ങൾ, സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിന്റെ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ആദ്യം ചതുപ്പു നിലങ്ങളും എന്താന്ന് നോക്കാം. രാജസ്ഥാനിലെ വിശാലമായിട്ടുള്ള ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ,
സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ ഇതൊക്കെയാണ് ചതുപ്പുനില വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം. ഇവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പുനില വനങ്ങൾ അല്ലെങ്കിൽ സ്വാമ്പ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത്. സ്വാമ്പ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ചതുപ്പുനില വനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ സസ്യജാലങ്ങൾ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായിട്ടുള്ള ഡെൽറ്റ പ്രദേശം, പശ്ചിമ ബംഗാളിലെ ചതുപ്പുനില വനങ്ങൾ കാണപ്പെടുന്ന അതിവിശാലമായിട്ടുള്ള ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ എന്ന് പറയുന്നത്. സുന്ദർബൻ ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രൂവ്സ് എന്ന് പറയപ്പെടുന്നത്. സുന്ദർബൻസിലാണ് സസ്യജാലങ്ങളായിട്ടുള്ള കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രൂവ്സുകൾ അധികമായി കാണപ്പെടുന്നത്. റോയൽ ബംഗാൾ ടൈഗർ, റോയൽ ബംഗാൾ കടുവയുടെ സങ്കേതം കൂടെയാണ് സുന്ദർബൻ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിന്റെ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ അഥവാ മാംഗ്രൂവ്സ് ആണ് നമുക്ക് കാണാം. റോയൽ ബംഗാൾ ടൈഗേഴ്സിന്റെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ എന്ന് പറയുന്നത്. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി സസ്യജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട്. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയ കേന്ദ്രം കൂടിയാണ് കണ്ടൽക്കാടുകൾ. സുന്ദരി ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ കാരണമാണ് സുന്ദർബൻ എന്ന പേര് ലഭിച്ചിട്ടുള്ളത് പോലും. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതുപോലെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നത് ഒന്ന് സുന്ദർബനിൽ തന്നെയാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദരവനങ്ങളിലും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഉപ്പുജലത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശത്ത് വളരുന്നവയാണ് കണ്ടൽ വനങ്ങൾ. ഇത്രയും നമ്മൾ പറഞ്ഞു. ലോകത്തിന്റെ കണ്ടൽക്കാടുകളിൽ 7% കാണപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. കണ്ടൽക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിലേക്ക് വരുമ്പോൾ ഏത് ജില്ലയിലാണ് കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂരിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. കണ്ടൽ വനപ്രദേശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന മറ്റു പ്രദേശങ്ങളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ ഡെൽറ്റകൾ. ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിന്റെ ചതുപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ എന്നത്. അതുപോലെ കണ്ടൽ വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന മറ്റ് പ്രദേശങ്ങൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ നദിയുടെ ഡെൽറ്റ പ്രദേശങ്ങളാണ്. ഓക്കെ, ഇനി സുന്ദർബൻ ഡെൽറ്റ പ്രദേശം ഇതാണ്. സുന്ദർബൻ ഡെൽറ്റ ഏരിയ ആണിത്. അതുപോലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രമാണിത്. സുന്ദരി കണ്ടൽ വനങ്ങളാണ് ഇത്. സുന്ദരി ഇനത്തിൽപ്പെടുന്ന സുന്ദരി എന്ന പ്രത്യേക ഇനം ചെടി ധാരാളമായി കാണപ്പെടുന്നതിലാണ് സുന്ദർബനിന് ആ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ഈ ഒരു മാപ്പ് നോക്കിക്കേ. ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന മാപ്പാണ്. സൂചിക തന്നിട്ടുണ്ട്. കണ്ടൽ വനങ്ങൾ എവിടെയൊക്കെ കാണപ്പെടുന്നു? കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് ഇത് കണ്ടോ, ചെറിയ ഭാഗത്ത് മാത്രമാണ്. പർവ്വതവനങ്ങൾ ഇളം പച്ച നിറത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കാണപ്പെടാവുന്നതാണ്. പർവ്വതവനങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പിന്നീട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഇത്രയും ഭാഗത്ത്, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഭാഗത്ത് കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. തമിഴ്നാടിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇവിടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്താണ് കൂടുതലായിട്ടും ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. പിന്നീട് ഉഷ്ണമേഖല മുൾക്കാടുകൾ രാജസ്ഥാൻ, ഗുജറാത്തിൻ്റെ ഭാഗത്തൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഒരു മധ്യഭാഗത്ത്, ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ടും കാണപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യൻ സമതലം, നമ്മൾ നേരത്തെ പറഞ്ഞ ബെൽറ്റ് ഏരിയയാണ് ഉത്തരേന്ത്യൻ സമതലം. അതാണ് ഈ തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നൈസർഗിക സസ്യജാലങ്ങളുടെ മാപ്പ് വന്നിട്ടുള്ളത്. സൂചിക പ്രകാരം നമ്മൾ ഈ ഒരു വ്യത്യസ്തത കണ്ടു. ഉത്തരേന്ത്യൻ സമതലത്തിലെ മണ്ണിനങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിന്റെ നിക്ഷേപവും എക്കൽ മണ്ണിന്റെ ഈ ഒരു സമതല പ്രദേശവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ എക്കൽ മണ്ണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ
ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. എക്കൽ മണ്ണ് രാജസ്ഥാനിൽ ചെറിയ അളവിലാണ് കാണപ്പെടുന്നത്. ഗുജറാത്തിന്റെ സമതലത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗംഗാ സമതലത്തിൽ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കൽ മണ്ണിനങ്ങളാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഒന്ന് ഖാദർ, 2 ഭംഗർ. ഗംഗാ സമതലത്തിൽ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കൽ മണ്ണ് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഖാദർ എന്നും രണ്ടാമത്തേത് ഭംഗർ എന്നുമാണ്. അവ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മപുത്ര ഗംഗാ സമതലത്തിന്റെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. കൂടുതൽ നേർത്തതായിരിക്കും, കളിമണ്ണ് കലർന്നതായിട്ടും കാണപ്പെടുന്നവയാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള എക്കൽ മണ്ണ്. കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ളവയുമാണ് എക്കൽ മണ്ണ്. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. പിന്നീട് നമുക്ക് ചെമ്മണ്ണിന്റെ സാന്നിധ്യം കാണാം. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മണ്ണിന്റെ കാരണം, ആ ഒരു നിറത്തിന് കാരണം ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗത്തായിട്ട് ചെമ്മണ്ണ്, ഇരുമ്പിന്റെ സാന്നിധ്യം കൊണ്ട് ചുവപ്പ് നിറത്തിലുള്ള മണ്ണ് കാണപ്പെടുന്നു. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ലവണ മണ്ണാണ്. ലവണ മണ്ണാണ് പിന്നീട് കാണപ്പെടുന്നത്. ലവണ മണ്ണ് എന്ന് പറയുമ്പോൾ ലവണാംശം കൂടുതലുള്ള മണ്ണായിരിക്കും. അതായത് പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും പശിമ മണ്ണും കൂടി കലർന്ന മണ്ണാണ് ലവണ മണ്ണ് എന്ന് പറയുന്നത്. മണലും അതുപോലെ പശിമയുള്ള മണ്ണും കൂടി കലർന്ന മണ്ണാണ് ലവണ മണ്ണ്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാകാനായിട്ടുള്ള കാരണം. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജലത്തിന്റെ കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാകാനായിട്ടുള്ള കാരണം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാപ്പിൽ നിന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ഇവിടെ പറയാം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യത്യസ്ത ഇനം മണ്ണുകൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, വരണ്ട മണ്ണ് എന്നിവയൊക്കെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവ ഇതൊക്കെയാണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് എവിടെയൊക്കെ കാണപ്പെടുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമതല പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് എക്കൽ മണ്ണ് കാണാവുന്നതാണ്. വരണ്ട മണ്ണ് കാണാം, അതുപോലെ കറുത്ത മണ്ണ് കൊടുത്തിരിക്കുന്ന കാണാമോ? അതുപോലെ വനമണ്ണ് കണ്ടോ, അതുപോലെ ചെങ്കൽ മണ്ണ് ഒരു പിങ്ക് നിറത്തിൽ, ഇളം ചുവപ്പ് എന്നും പറയാം, പിങ്ക് നിറത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്താണ് ചെങ്കൽ മണ്ണുള്ളത്. പിന്നീട് ചെമ്മണ്ണ്, ഇരുമ്പിന്റെ സാന്നിധ്യമുള്ള മണ്ണിനമാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണ്, മഞ്ഞ മണ്ണ് എന്നിവയൊക്കെയാണ് ഈ ഒരു ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം. പിന്നീട് ഇത് ഉത്തര മഹാസമുദ്രം ഇവിടെ മെൻഷൻ ചെയ്ത് തന്നിട്ടുള്ള ഈ ഒരു ബെൽറ്റ് ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എക്കൽ മണ്ണ് വളരെ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. മണൽ മണ്ണ്, കളിമണ്ണ് മുതലുള്ള എല്ലാ സ്വഭാവവും ഉൾപ്പെടുന്ന എക്കൽ മണ്ണാണ്. അത് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ്. ഇതിൽ എക്കൽ മണ്ണ് 2 തരത്തിലാണുള്ളത്, ഖാദർ എന്നും ഭംഗർ എന്നും. മനസ്സിലായി? ഓക്കെ. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെമ്മണ്ണാണ്. ചെമ്മണ്ണ് ഇന്ത്യയിൽ അത്രയധികം ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ലവണ മണ്ണാണ്. ലവണ മണ്ണ് ലവണാംശമുള്ള, ഉപ്പിന്റെ അംശമുള്ള മണ്ണാണ്. മണലും പശിമയും കൂടിക്കലർന്ന മണ്ണാണ് ലവണ മണ്ണ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് നമ്മൾ പറഞ്ഞത് പീറ്റ് മണ്ണ് കാണപ്പെടാറുണ്ട് എന്ന് പറഞ്ഞു. പീറ്റ് മണ്ണ് കാണപ്പെടാറുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞത് വരണ്ട മണ്ണാണ്. വരണ്ട മണ്ണ് മണലിന്റെ രൂപവും ലവണത്വമുള്ള സ്വഭാവവും ഒക്കെ ഉള്ളത് കൊണ്ട് ജൈവാംശം വളരെ കുറവായിരിക്കും. അതുപോലെ ജലാംശവും വളരെ കുറവായിരിക്കും. കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മണ്ണിൽ സസ്യ വളർച്ചയ്ക്ക് വളരെയധികം ജലസേചനം ആവശ്യമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിൽ
പലയിടത്തും തീവ്ര കൃഷി, ജലസേചനം നൽകി തീവ്ര കൃഷി നടത്തുമ്പോൾ അവിടെയുള്ള സ്വാഭാവിക എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറുന്ന സാഹചര്യവും കാണപ്പെടുന്നുണ്ട് എന്നത്. ഈ ഒരു മണ്ണിനത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ. യെസ്, ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ജനജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഉത്തര മഹാസമതലത്തിലെ ജനജീവിതം. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്, നിരപ്പാർന്ന ഭൂപ്രകൃതിയാണ്, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ ലഭ്യമാണ്, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് തുടങ്ങിയ ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗം പോലും ഈ ഒരു ഭാഗം വരുന്നില്ല, ഉത്തര മഹാസമതലം വരുന്നില്ല. പക്ഷേ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലധികവും ഉൾക്കൊള്ളുന്നത് ഈ ഒരു പ്രദേശത്താണ്. കാരണം എന്താണ്? നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണുണ്ട്, നിരപ്പാർന്ന ഭൂപ്രകൃതിയാണ്, എപ്പോഴും നീരൊഴുക്കുണ്ട്, നദികൾ ലഭ്യമാണ്, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഇവയെല്ലാം തന്നെയാണ് അവിടെ കൂടുതലും ജനങ്ങളെ ആകർഷിക്കുന്നത്. കാർഷിക മേഖലയിലെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്ക് ഉള്ളത്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലഭിക്കുന്ന മേഖലയാണ്, വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് ലഭിക്കുന്ന മേഖലയാണ്, ഇത്രയധികം സവിശേഷതകളുള്ള ഒരു മേഖലയാണ്. എന്തുകൊണ്ടും കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്താൻ നിർണായക പങ്ക് വഹിക്കാൻ വടക്കൻ സമതലങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഗോതമ്പ്, നെല്ല് പോലെയുള്ള ധാന്യവർഗ്ഗങ്ങളും ചണം, കരിമ്പ് പോലെയുള്ള നാണ്യവർഗ്ഗങ്ങളും വിള ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷിരീതി ഈ മഹാസമുദ്രത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റി. ജലസേചനം നടത്തുന്നുണ്ട്. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷിരീതിയാണ് ഇവിടെ നടത്തുന്നത്. അതിലൂടെ ഈ മഹാസമുദ്രം ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന മേഖലയാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നു. എക്കൽ മണ്ണുകൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏത് എന്ന് ചോദിച്ചാലും ഉത്തര മഹാസമതലമാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള എക്കൽ നിക്ഷേപം അല്ലെങ്കിൽ എക്കൽ സമതലം ഏത് എന്ന് ചോദിച്ചാലും ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നും അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നും ഉത്തര മഹാസമതലം അറിയപ്പെടുന്നു. ധാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും റോഡുകളും റെയിൽ പാതകളും അതിവിപുലമായ ശൃംഖലയുണ്ട്. ധാർ മരുഭൂമി ഒഴികെയുള്ള മറ്റു ഭാഗങ്ങൾ, സമതലത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ റോഡുകളുടെയും റെയിൽ പാതകളുടെയും അതിവിപുലമായ ശൃംഖലയുണ്ട്. കണക്ടിവിറ്റി എൻഷുർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. അതുകൊണ്ട് എന്താണ്, കൂടുതൽ വ്യവസായങ്ങളും അതുപോലെ തന്നെ നഗരവൽക്കരണവും ഇതുമൂലം ഉണ്ടായി എന്നുള്ളതാണ്. വിപുലമായിട്ടുള്ള കണക്ടിവിറ്റി റോഡുകൾ മൂലവും റെയിൽ പാതകൾ മൂലവും ഥാർ മരുഭൂമി ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ മാറ്റാനായി സാധിച്ചു. ഉത്തരേന്ത്യൻ സമതലത്തിലെ ഒരു നഗരപ്രദേശമാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. നദിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്തത് ഫലഭൂയിഷ്ഠമായ ഒരു ഉത്തരേന്ത്യൻ സമതലം. ഫുള്ള് ഗ്രീനറിയാണ്, പച്ചപ്പ് നിറഞ്ഞ ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞ ഒരു പ്രദേശം നമുക്കിവിടെ കാണാം. ഉത്തരേന്ത്യൻ സമതലത്തിലെ ധാന്യ കൃഷിയുടെ പിക്ചറാണ്. ഗോതമ്പ് വിളവെടുക്കുന്ന ഒരു പിക്ചർ നമുക്ക് കാണാവുന്നതാണ്. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് കാർഷിക കാലങ്ങൾ. അവിടെ തന്നിട്ടുള്ള ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളായാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ വിവിധ ഇനം കൃഷികൾ ചെയ്യുന്നത്, വിളകൾ കൃഷി ചെയ്ത് വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്.
ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. നമ്മൾ ഈ 3 കാർഷിക കാലവും അവയുടെ വിളവെടുക്കുന്നതും അതുപോലെ വിത്തിടുന്നതുമായിട്ടുള്ള കാലവും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഈ കാലങ്ങളിൽ കൃഷി ചെയ്തെടുക്കുന്നത് എന്നും പഠിച്ചതാണ്. അപ്പോൾ അവയൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഖാരിഫാണ്. ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം റാബിയാണ്. അതിനുശേഷം വരുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കൃഷിക്കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. കാർഷിക കാലങ്ങൾ: ഖാരിഫ്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫിന്റെ കാലം. ഉഷ്ണമേഖലാ വിളയായിട്ടുള്ള നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ് പ്രധാനപ്പെട്ട വിളകൾ ഖാരിഫ്. ഇത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയോ? നേരത്തെ നമ്മൾ പറഞ്ഞ സമയത്ത് റാബി കാർഷിക കാലത്ത് റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട റാബി വിളകളാണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ് പ്രധാനമായും റാബിയിൽ കൃഷി ചെയ്യുന്നത്. ഏത് മാസം? ഒക്ടോബർ മുതൽ മാർച്ച് വരെ. ഇനി സെയ്ദ് കാലം വളരെ ചെറിയ കാലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് പ്രധാനമായും സെയ്ദ് കാലത്ത് സെയ്ദ് കാലത്തെ പ്രധാനപ്പെട്ട വിളകൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ കൃഷിരീതികളെല്ലാം അല്ലെങ്കിൽ ഈ വിളകളെല്ലാം തന്നെ ഉത്തരേന്ത്യൻ സമതലത്തിലുടനീളം കൃഷി ചെയ്യപ്പെടുന്നില്ല. ഇതിന് പ്രാദേശികമായി ഈ വിളകളുടെ വിതരണത്തിലും കൃഷിരീതിയിലും വ്യത്യാസങ്ങളുണ്ട്. ഒരുപോലെ അല്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രാദേശികമായിട്ട് ഈ വിളകളുടെ വിതരണത്തിലും കൃഷിരീതിയിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഉത്തര മഹാസമതലം എന്ന ഭൂപ്രകൃതി എങ്ങനെയാണ്, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ കിടപ്പ്, അത് രൂപം കൊണ്ടിട്ടുള്ള പ്രക്രിയകൾ, ഇവയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഗണ്യമായ പങ്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏത് എന്ന് PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാന ഉത്തരവാദിത്വമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. അതുപോലെ ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം ഏതാണ്? അതും ഉത്തര മഹാസമതലമാണ്. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖലകൾ കൂടുതലുള്ളതും ഉത്തര മഹാസമതലത്തിലാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? കൃഷി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല ഉത്തര മഹാസമതലമാണ്. സമതലമേകുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പ് മുതൽക്ക് തന്നെ ജനങ്ങളുടെ വ്യാപനത്തിനും ഇടപഴകലിനുമൊക്കെ കാരണമായിട്ടുണ്ട്. അതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഉത്തര മഹാസമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഉത്തര മഹാസമതലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെയൊക്കെ ശൃംഖല കൂടുതലുള്ളത് കൊണ്ട് തന്നെ സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ സഹസ്രാബ്ദങ്ങൾ മുമ്പ് തന്നെ ജനങ്ങളുടെ വ്യാപനത്തിനും ഇടപഴകലിനുമൊക്കെ വഴിയൊരുക്കി. അതിലൂടെ മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും. അപ്പോൾ ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലവും ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയും എക്കൽ മണ്ണാൽ സമ്പുഷ്ടമായിട്ടുള്ള പ്രദേശവും ഉത്തര മഹാസമതലമാണ്.
വളരെ കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശവും ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നും അറിയപ്പെടുന്നത് ഈ ഒരു പ്രദേശമാണ്, ഉത്തര മഹാസമതലം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ചധികം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.